അപ്പം സോഷ്യോളജിക്കൽ തിയറി ആൻഡ് കോൺസെപ്റ്റ്സിൻ്റെ യൂണിറ്റ് 1 ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ സോഷ്യോളജിക്കൽ തിയറീസ് എല്ലാം ഉരുതിരിഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത് ഈ ഇന്നറായിട്ടുള്ള അല്ലെങ്കിൽ ഔട്ടർ ആയിട്ടുള്ള കോണ്ടെക്സ്റ്റാണ്. ഇന്നർ കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു തിയറിസ്റ്റിൻ്റെ മൈൻഡ് സെറ്റ് ആയിരിക്കാം. അതുപോലെ തന്നെ ഔട്ടർ കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പം സോഷ്യൽ എൻവയോൺമെൻറ്റ്, ഫിസിക്കൽ എൻവയോൺമെൻറ്റ് ആയിരിക്കാം. സൊസൈറ്റി ആവാം, അതുപോലെ തന്നെ സ്കൂളാവാം, കോളേജ് ആവാം, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആവാം, വർക്ക് പ്ലേസ് ആവാം, എന്തുമാവാം. അതുപോലെ തന്നെ ഫ്രഞ്ച് റെവല്യൂഷനും ഈ സോഷ്യൽ ഓർഡറിനെ പറ്റിയിട്ടൊക്കെ കൺസേൺസ് റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയാണ് അഗസ്റ്റ് കോംറ്റും എമിൽ ഡർക്കെയിമും ഒക്കെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഫോക്കസ് ചെയ്യാനും അങ്ങനത്തെ കുറച്ച് തോട്ട്സൊക്കെ ഉളവെടുക്കാനും വന്നു തുടങ്ങിയത്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അർബനൈസേഷന് കാരണമായതുകൊണ്ട് തന്നെ ഇനിക്വാളിറ്റി, അതുപോലെ തന്നെ ക്യാപിറ്റലിസത്തിൻ്റെ റൈസും ഒക്കെ വന്നു. സോ അങ്ങനെ ഈ കാൾ മാർക്സ് ഒക്കെ കുറച്ച് ക്രിറ്റിസിസംസ് റേസ് ചെയ്യാൻ തുടങ്ങി. കാൾ മാർക്സ് ആണെങ്കിൽ ക്യാപിറ്റലിസത്തിനും അതുപോലെ തന്നെ ഇനിക്വാളിറ്റിക്കും ഒക്കെ എതിരായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുള്ള ക്രിറ്റിസിസത്തിനൊക്കെ മാർക്സ് വെബറും ഡർക്കെയിമും ഒക്കെ അതിൻ്റെ ഈ ക്രിറ്റിസിസത്തിൻ്റെ എഫക്ട്സ് ഒക്കെ അനലൈസ് ചെയ്തും തുടങ്ങി. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് സോഷ്യലിസം ഭയങ്കരമായിട്ട് പ്രോമിനൻ്റ് ആയിരുന്നു. അതായത് ക്യാപിറ്റലിസം റിപ്ലേസ് ചെയ്തിട്ട് മാർക്സ് ആണെങ്കിൽ സോഷ്യലിസം വരണമെന്നൊരു ആശയം ഉന്നയിച്ചു. സോ ബാക്കിയുള്ള ആൾക്കാരപ്പം ക്യാപിറ്റലിസം റിഫോം ചെയ്തിട്ട് ഈ വർക്കറിൻ്റെ ജോലിക്കാർ അനുഭവിക്കുന്ന ഏലിയനേഷനൊക്കെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയയും കൂടെ മുന്നോട്ട് കൊണ്ടുവന്നു. പിന്നെ എൻലൈറ്റ്മെൻറ്റ് ഇൻഫ്ലുവൻസ് ആയിരുന്നു വേറൊരു കാരണം എന്ന് പറയുന്നത്. അതായത് എൻലൈറ്റ്മെൻറ്റ് വന്നപ്പോഴത്തേക്കും റീസൺസിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് വന്നു, സയൻസിനും. അതുപോലെ തന്നെ കോംറ്റിൻ്റെ പോസിറ്റിവിസവും ഡർക്കെയിമിൻ്റെ സയൻറ്റിഫിക് അപ്രോച്ചും സോഷ്യൽ ഫാക്ട്സും ഒക്കെ ആ സമയത്തായിരുന്നു പോപ്പുലറൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നത്. ഈ കൗണ്ടർ എൻലൈറ്റ്മെൻറ്റ് തിങ്കേഴ്സും ആ സമയത്തുണ്ടായിരുന്നു. ഈ ഡി ബൊണാൾഡൊക്കെ, അവരൊക്കെ ട്രഡീഷണൽ സ്ട്രക്ചേഴ്സ് ആയിരുന്നു ഫേവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ബേസിക്കലി സോഷ്യോളജിക്കൽ തിയറീസ് ഇവോൾവ് ചെയ്തത് ഈ ഫ്രഞ്ച് റെവല്യൂഷൻ, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, സോഷ്യലിസത്തിൻ്റെ പ്രൊമിനൻസ്, ക്യാപിറ്റലിസം ഓവർത്രോ ചെയ്യാനുള്ള മാർക്സിൻ്റെ ആ ഒരു ഐഡിയ, അതുപോലെ തന്നെ എൻലൈറ്റ്മെൻറ്റ് ഇൻഫ്ലുവൻസ് ഒക്കെ കൊണ്ടായിരുന്നു. ആ കാലത്തെ കീ തിയറിസ്റ്റുകൾ കോംറ്റും ഡർക്കെയിമും മാർക്സും വീബറും പിന്നെ കുറച്ച് ബ്രിട്ടീഷ് സോഷ്യോളജിസ്റ്റുകളും സ്പെൻസറും ഒക്കെ ആയിരുന്നു. സോ സോഷ്യോളജിയുടെ ഫാദർ എന്ന് അറിയപ്പെടുന്ന കോംറ്റ് തന്നെയാണ്. സോ കോംറ്റ് സോഷ്യോളജീനെ സോഷ്യൽ ഫിസിക്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്തു. ഒരു 3 സ്റ്റേറ്റ്സ് എവല്യൂഷണറി മോഡലൊക്കെ പുള്ളി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. തിയോളജിക്കൽ, മെറ്റാഫിസിക്കൽ, പോസിറ്റിവിസ്റ്റിക് എന്നൊക്കെയാണ് ഈ സ്റ്റേജസിൻ്റെ പേര്. നമുക്ക് വരും ലെസൺസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ഇത് സോഷ്യൽ അനാർക്കിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 3 മോഡൽ ആൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡർക്കെയിമിൻ്റെ ഫോക്കസ് സോഷ്യൽ ഓർഡർ ആയിരുന്നു. അതായത് സോഷ്യൽ ഫാക്ട്സ് സ്റ്റഡി ചെയ്യുക, എക്സ്റ്റേണൽ കോയേഴ്സീവായിട്ടുള്ള സോഷ്യൽ ഫോഴ്സസ് ഒക്കെ സ്റ്റഡി ചെയ്യുക, അവരുടെ റോള് സൂയിസൈഡ് റേറ്റ്സിലൊക്കെ എങ്ങനെയാണെന്ന് അനലൈസ് ചെയ്യുക. മാർക്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാപിറ്റലിസത്തിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ ക്രിറ്റിസിസം ചെയ്തു. അതുപോലെ തന്നെ ഒരു പ്രോലിറ്റേറിയൻ റെവല്യൂഷൻ കൊണ്ടുവരിക, കമ്മ്യൂണൽ ഓണർഷിപ്പ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളൊരു ഐഡിയ ആയിരുന്നു മാർക്സ് മുന്നോട്ട് കൊണ്ടുവന്നത്. സോ ക്യാപിറ്റലിസം ഓവർത്രോ ചെയ്തിട്ട് പ്രോലിറ്റേറിയൻ കോൺസെപ്റ്റ് കൊണ്ടുവരിക. ഓക്കെ. പിന്നെ വീബർ ആണെങ്കിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രൊട്ടസ്റ്റൻ്റ് എത്തിക്സിലും പിന്നെ എക്കണോമിക് ഡെവലപ്മെൻറ്റിലും ബ്യൂറോക്രസീസിലുള്ള റേഷണലൈസേഷനിലും ആയിരുന്നു. ബ്രിട്ടീഷ് സോഷ്യോളജിസ്റ്റുകൾ മനഃപൂർവ്വം ക്യാപിറ്റലിസത്തിൻ്റെ ക്രിറ്റിസിസം ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് അവർ കൂടുതലും എംപിരിക്കൽ ഡേറ്റ, റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പൊളിറ്റിക്കൽ എക്കണോമി, സോഷ്യൽ റിഫോംസിലൊക്കെ ഫോക്കസ് ചെയ്തു. സ്പെൻസർ ഒരു സോഷ്യൽ ഡാർവിനിസ്റ്റാണ്. ആൾ ഓർഗാനിസം നാച്ചുറൽ അഡാപ്റ്റേഷനിലൂടെ എങ്ങനെയൊക്കെ ഇവോൾവ് ചെയ്യുന്നു, ഒരു ഓർഗാനിസത്തെ ഒരു അനാലജിക്ക് ഒരു ഹ്യൂമൻ ബോഡിയെ പോലെ കണ്ടിട്ട് എങ്ങനെ ഇവോൾവ് ചെയ്യുന്നു, അതുപോലെ തന്നെ ലേസസ് ഫെയർ പോളിസീസൊക്കെ അഡ്വക്കേറ്റ് ചെയ്തായിരുന്നു ഉണ്ടായിരുന്നത്.